കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ കൃപകൾ, ഉന്നതമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും നമുക്ക് ഈശോയെ ക്ഷണിക്കാം. നമ്മുടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു വലിയ ദിനമായിട്ട് തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ അനുഗ്രഹിക്കണം കർത്താവ്. എല്ലാവരും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളും കൃപ കൊടുക്കണം കർത്താവ്. കൃപ കൊടുക്കണം കർത്താവ്. വിടുതൽ നൽകണേ കർത്താവ്. വിമോചനം നൽകണം കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ വചനം നമുക്ക് കേൾക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വളരെ കൃപ നിറഞ്ഞ വചനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന അഭിഷേകത്തിൻ്റെ വചനമാണ്. ദൈവം പറയുക, വചനത്തിലൂടെ പറയുക, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ജെറമ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് ഈ വചനം കൊടുക്കുമ്പോൾ ജെറമ്യായുടെ മനസ്സിൽ ചില സംഭവങ്ങളുണ്ട്. ഇസ്രായേൽ ജനം തകർന്നു പോയ ജനം, അടിമത്തത്തിലേക്ക് പോയ ജനം, അടിമത്തം അനുഭവിച്ച ജനം, ഒരുപാട് ദുരിതങ്ങളോടെ കടന്നു പോകുന്ന ജനം, ഭൗതികമായ തകർച്ചകൾ അനുഭവിക്കുന്ന ജനം, ബാഹ്യമായ ശക്തികളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുന്ന ജനം, രക്ഷപ്പെടുകയില്ല എന്ന് സ്വയം തീരെഴുതിയിരിക്കുന്ന ജനം, ആർക്കും ഞങ്ങളെ സഹായിക്കാനാവില്ല എന്നിങ്ങനെ ചിന്തിച്ച് നിരാശയുടെ ആഴങ്ങളിലേക്ക് താണുപോയിരിക്കുന്ന ജനം. ആ ജനത്തിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ജെറമ്യാ പ്രവാചകനോട് പറയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവി, പ്രത്യാശ നൽകുന്ന പദ്ധതി. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെയൊക്കെ ഓർത്ത് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നല്ല പദ്ധതിയാ, തകർക്കുന്ന പദ്ധതിയല്ല, രക്ഷിക്കുന്ന പദ്ധതി, വളർത്തുന്ന പദ്ധതിയുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട്. ദൈവത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ മകനെക്കുറിച്ചും ഓരോ മകളെക്കുറിച്ചും ഒരു കൊച്ചു കുഞ്ഞിനെക്കുറിച്ചും ജനിച്ചു വീഴുമ്പോൾ തൊട്ട് തന്നെ ദൈവത്തിൻ്റെ മനസ്സിലൊരു സുന്ദരമായൊരു പദ്ധതിയുണ്ട്. ഒരു അപ്പനമ്മ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള ഒരു നല്ല കുറേ സ്വപ്നങ്ങളുണ്ട് കുഞ്ഞിനെക്കുറിച്ച്. എന്നതുപോലെ അല്ല, അതിനേക്കാൾ 1000 മടങ്ങ് ഉന്നതമായ ശ്രേഷ്ഠമായ പദ്ധതികൾ ദൈവത്തിനുണ്ട്. പക്ഷേ ഈ പദ്ധതികൾ അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവത്തിനെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് അറിയേണ്ട കാര്യം. അതാണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അറിയണമെങ്കിൽ നാം ദൈവത്തെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതി അറിയാനായിട്ട് പറ്റുള്ളൂ. ദൈവസ്നേഹം രുചിച്ചറിയണം. ദൈവസ്നേഹം രുചിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തിൻ്റെ പദ്ധതി അറിയാൻ പറ്റും. പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അറിയാൻ പറ്റാത്ത ആർക്കാണ്? വിശ്വാസമില്ലാത്തവനാണ്. ദൈവവിശ്വാസമില്ലാത്തവൻ തന്നെ ഇഷ്ടം പോലെ ജീവിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അനേക മക്കൾ സ്വന്തം വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക, സ്വന്തം ഇഷ്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ വലിയ തകർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുക. തകർച്ചയാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ വേദനകൾ കാണാം, ദുരിതങ്ങൾ കാണാം, പ്രയാസങ്ങൾ കാണാം. ഒരുപാട് പ്രശ്നങ്ങൾ നടുവിലായിരിക്കും. വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബമാകാം. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ കാണും.
ഒരുപാട് തകർച്ചകൾ കുടുംബത്തിലുണ്ട്. സാമ്പത്തിക തകർച്ച, മാനസിക തകർച്ച, ആത്മീയ തകർച്ച, വിശ്വാസ തകർച്ച, പരസ്പര ഐക്യത്തിൻ്റെ തകർച്ച, ഒരുപാട് വേദനകൾ, അരിഷ്ടതകൾ, തകർച്ചകൾ. ഈ സമയത്ത് ദൈവം നിന്നോടും പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, തമ്പുരാൻ്റെ ഹിതം കേൾക്കാൻ നീ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതം നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റും. ദൈവഹിതം മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ വിട്ടും കൊടുക്കുക, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ പിടിവലയുണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, അഹന്തയുണ്ടെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, ലൗകിക മോഹങ്ങളുണ്ടെങ്കിൽ, ജഡിക മോഹങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവഹിതത്തിന് തന്നെ വഴങ്ങാൻ അല്ല വിട്ടുകൊടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും വിട്ട് തമ്പുരാന് മുമ്പിൽ അടിയറ വെക്കണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധി അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഈശോ പീഡാസകനത്തിന് തൊട്ട് മുമ്പിൽ നമുക്കറിയാം, ഈശോ ഗർസമയത്തോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇനി നീങ്ങിപ്പോകട്ടെ, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയ്ക്ക് അറിയാം വലിയ പീഡാനുഭവം വരികയാണ്, വലിയ സഹനങ്ങളോട് കടന്നു പോവുക. ഇത് ദൈവഹിതമാണിത്. അതിൻ്റെ പിന്നിൽ അതൊരു തകർച്ചയിലെത്തുകയല്ല. ദൈവഹിതത്തിന് വഴങ്ങുന്നവൻ, ദൈവഹിതപ്രകാരം സഹനമേറ്റെടുക്കുന്നവൻ, അവൻ്റെ ജീവിതം അല്ല അവളുടെ ജീവിതം ഒരിക്കലും നാശത്തിൽ ചെന്ന് അവസാനിക്കില്ല, മറിച്ച് ഉയർപ്പിൽ ചെന്നേ അവസാനിക്കുകയുള്ളൂ. അത് ഉദ്ധിതം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവഹിതത്തിന് വഴങ്ങുന്നവൻ ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവൻ തകർന്നുപോയി, അവൻ നശിച്ചുപോയി, അവനെ എല്ലാവരും തോൽപ്പിച്ചു, അവനെ തീർത്ത് കളഞ്ഞു എന്നെല്ലാവരും കരുതി. പക്ഷേ ആ വ്യക്തി ഉയർന്നുകൊണ്ടിരിക്കുക, അഭിഷേകത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക, ഉയർപ്പിച്ചെന്നേ അവസാനിക്കുകയുള്ളൂ. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ ലോകദൃഷ്ടി നോക്കുമ്പോൾ തീർന്നൊരു ജീവിതം. എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല. ലോകദൃഷ്ടി നോക്കുമ്പോൾ അവൾ ലോകത്തിൻ്റെ ഒരു സമ്പത്തും നേടിയിട്ടില്ല, പേര് നേടിയിട്ടില്ല, പെരുമ നേടിയിട്ടില്ല. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ വേദനയുടെ ജീവിതം മാത്രം. ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെടുന്നു, അപ്പനെ നഷ്ടപ്പെടുന്നു, കുടുംബം എല്ലാ വേദനയിലൂടെ പോവുകയാണ്. കോൺവെൻ്റ് അച്ഛൻ അവിടെയും വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ വരുന്നു, പീഡനം മാത്രം. മാനസിക ദൃഷ്ടിയിൽ ഒരു സന്തോഷമില്ലാത്ത ജീവിതം, പീഡനം നിറഞ്ഞ ജീവിതം, ഒന്നും നേടിയിട്ടില്ല. നമ്മൾ എന്തിനു ജീവിക്കുന്നല്ലോ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ ഒരു ജീവിതം നയിച്ചൊരു വ്യക്തിയാണ് അൽഫോൻസോ. പക്ഷേ ആ മകള് മരിച്ചു കഴിഞ്ഞപ്പോണ്ടേ ആ മകളുടെ കബറിടത്തെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് സ്ഥലത്തേക്ക് ചെല്ലുക. കാരണം എന്താണ്? ആ മകളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു. അതവൾ വിശുദ്ധയാകണം, സ്വർഗത്തോളം ഉയർത്തപ്പെടണം, സ്വർഗത്തിലൊരു പദവിയുണ്ട്. ആ മകളെ അതുപോലെ ദൈവം സൃഷ്ടിച്ചതാ. അതിനുവേണ്ടി അവിടെ എത്തിക്കാൻ വേണ്ടി, ആ വിശുദ്ധിയുടെ പദവിയിൽ എത്തിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുപോയൊരു വഴിയാ. പക്ഷെ ലൗകിക മനുഷ്യന് ഈ വഴി മനസ്സിലാകില്ല, ജഡിക മനുഷ്യന് മനസ്സിലാകില്ല. ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന, സുഖത്തിനും സുഖഭോഗ വസ്തുക്കൾക്കും പേരിനും പെരുമയ്ക്കും വേണ്ടി, അല്ല കൊളോസസ് 3:5 പറയുന്ന പോലെ ധനാസത്തെ വിഗ്രഹമാക്കിയിരിക്കുന്ന, പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകില്ല. പണത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന് സഹനത്തിൻ്റെ വില മനസ്സിലാകില്ല. നേരെ മറിച്ച് ദൈവത്തിന് വേണ്ടി സ്വർഗം കണ്ട് ജീവിക്കുന്നവൻ, മരണാനന്തര ജീവിതത്തെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവൻ, അവന് മനസ്സിലാകും, അവൾക്ക് മനസ്സിലാകും സഹനത്തിൻ്റെ മൂല്യം. അവളെ ദൈവം സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടി അനേകം വിശുദ്ധരുടെ കൂട്ടത്തിൽ അവൾക്കൊരു ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ അവളെ സഹനത്തിൻ്റെ പാതയിലൂടെ നടത്തിവിട്ടത്. അതവൾക്കത് മനസ്സിലായി. ആദ്യം മനസ്സിലാകുന്നില്ലായിരുന്നു, കുറച്ചോ ഇപ്പോൾ മനസ്സിലായി. ഇത് ദൈവ പദ്ധതിയാ, ദൈവത്തിൻ്റെ പദ്ധതിയാ. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാനും ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ ഏതെല്ലാം അനുഭവങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ ആവാം, തകർച്ചയുടെ ആകാം, ഒറ്റപ്പെടലിൻ്റെ ആകാം. നീതിക്ക് വേണ്ടി നിന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയി, കുടുംബത്തിൽ തകർക്കപ്പെട്ടു പോയി, അവഗണിക്കപ്പെട്ടു പോയി, നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അപ്പം പറഞ്ഞു നീ മരിച്ചു പോകുന്ന നല്ലത്, അമ്മ പറഞ്ഞു നീ മരിച്ചു പോകുന്ന നല്ലത്, ഭർത്താവ് പറഞ്ഞു നീ എന്നെ വിട്ടുപോകും, നീ എലിയിലും പോകൂ, അല്ല ഭാര്യ പറഞ്ഞു ഈ മനുഷ്യന് വിവാഹം കഴിച്ച എൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം ഈ മക്കളുണ്ടായതാണ്, എൻ്റെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം. ഇതെല്ലാം പറയുമ്പോൾ ഇതിന് ഈ സഹനങ്ങൾ നിന്നെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ദൈവം തരുന്നതാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് വിശ്വാസം, അതാണ് കൃപയത, അതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയില്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ ചുറ്റുവരിയുന്ന മണലാരണ്യത്തിലൂടെ നടത്തുമ്പോൾ ആ നാശത്തിൽ കൊണ്ട് എത്തിക്കാനല്ല, അപകടത്തിൽ കൊണ്ട് എത്തിക്കാനല്ല, നേരെ മറിച്ച് കാനാൻ ദേശത്തിൻ്റെ സുഭിക്ഷതയിലേക്ക്, സ്വർഗമാകുന്ന പർദീസായുടെ സുഭിക്ഷതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിശ്രമങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഈ പരിശ്രമത്തിൽ ചില മനുഷ്യർ വിജയിക്കുന്നു, ചില മനുഷ്യർ തോറ്റുപോകുന്നു, ചിലപ്പോൾ ദൈവം വിജയിക്കുന്നു, ചിലപ്പോൾ ദൈവം തോറ്റുപോകുന്നു കാണാൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു, എനിക്കും നിങ്ങൾക്കും
രോഗങ്ങളാകാം, കെടുതികളാകാം, തകർച്ചകളാകാം, പരാജയങ്ങളാകാം. ഇതൊക്കെ വരുമ്പോൾ ആ ദൈവം കൊണ്ടുപോകുന്നൊരു വഴിയാണ്. ആ വഴി ഗ്രഹിക്കണമെങ്കിൽ അഭിഷേകം വേണം. അതിന് പരിശുദ്ധാത്മാവിന് നിറവ് വേണം. പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ മാത്രമേ ഈ സഹനത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാകുള്ളൂ. എന്തിന് ദൈവം ഇത് തരുന്നു, എന്തിന് വേദന? എല്ലാവരും ചോദിക്കും, എന്തിന് ദൈവം ഈ വലിയൊരു തകർച്ച എൻ്റെ കുടുംബത്തിൽ അനുവദിച്ചു? എൻ്റെ ബിസിനസ് തകർന്നു, എൻ്റെ പറമ്പ് തകർന്നു, എൻ്റെ മക്കൾ തകർന്നു, എൻ്റെ ജോലി പോയി, എൻ്റെ ആരോഗ്യം പോയി. എന്തിന് ദൈവം തരുന്നു? സഹനത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അതിലുപരിയായിട്ട് വിശുദ്ധരുടെ പദവിയിൽ നമ്മളെ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയ ദൈവമായ കർത്താവ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹനങ്ങൾ അനുവദിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 31 വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പൗലോസ് പഠിപ്പിക്കുന്ന വലിയ വചനമാണ്, നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതായത്, അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. 3 വർഷം രാപകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അതെ, സകല വിശുദ്ധരുടെയും ഇടയിൽ നിങ്ങൾക്ക് അവകാശം നേടിത്തരുന്നതിന് ഈ വചനത്തിന് കഴിയുമെന്ന് പൗലോസ് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവം കൊണ്ടുപോകുന്ന വഴികളാണ്. അതുകൊണ്ട് സഹനം വരുമ്പോൾ ആമേൻ പറയാൻ പഠിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അമ്മ ആദ്യം തൊട്ട് അവസാനം വരെ ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ശരിക്കും ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുക. വീണ്ടും ആ വചനത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് ചിന്തിക്കാം. നിങ്ങളെക്കുറിച്ച് ഇത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ശുഭമായ ഭാവി, പ്രത്യാശ നൽകുന്ന പദ്ധതി. ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് കൊണ്ടുപോകുമ്പോൾ വേദനയുടെ വഴിയിലൂടെ കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. കഷ്ടതയുടെ അനുഭവങ്ങൾ പോകുന്ന കാണാൻ പറ്റും. രാജാക്കന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ കൊണ്ടുപോകുന്ന കാണാൻ പറ്റും. എല്ലാത്തരം അനുഭവങ്ങളോട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാണ് ദൈവമേ നീ നിൻ്റെ സ്വന്തം ജനത്തെ ഇത്രമാത്രം വേദനയോട് കൊണ്ടുപോയത്? അതെ, ദൈവം സ്വർഗത്തിലോട് തൻ്റെ അടുത്തിരുത്താൻ വേണ്ടി, സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി, നിത്യജീവനിലെത്തിക്കാൻ വേണ്ടി, നിത്യസമാധാനത്തിൽ എത്തിക്കാൻ വേണ്ടി ആണിത് കൊണ്ടുപോകുന്നതെന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുക. അതിൻ്റെ മുമ്പിൽ ആമേൻ പറയാൻ പഠിക്കണം. അനേകം വിശുദ്ധരുടെ ജീവചരിത്രം പഠിക്കുന്നത് ഈ സഹനത്തിൻ്റെ വഴി. എന്തിന് ഈ ദുരിതങ്ങളുണ്ടാകുന്നു, എന്തിന് കണ്ണുനീരുണ്ടാകുന്നു, എന്തിന് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് പീഡിപ്പിക്കപ്പെട്ടു, എൻ്റെ കൂടെയുള്ളവരൊക്കെ വിജയിച്ചു, എൻ്റെ കൂടെയുള്ളവരൊക്കെ നേട്ടങ്ങൾ നേടി, എന്തിന് ഞാനിങ്ങനെ അധപ്പതിച്ചു പോകുന്നു ചിന്തിക്കുമ്പോൾ ശരിക്കും ദൈവം തരുന്ന അനുഗ്രഹം ഓരോ സഹനവുമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധരാക്കുന്നതും സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതും. അതാണ് ഇവിടെ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത വചനം പറയുക, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ശരിക്കും പറഞ്ഞാൽ സഹനം തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇവിടെ പറയണം, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും. ഈ സഹനം വന്നാലേ നിങ്ങൾ ദൈവത്തിലേക്ക് വരികയുള്ളൂ. പല ആളുകളും ധ്യാനത്തിലേക്ക് വരുന്നതും നല്ലൊരു കുമ്പസാരം നടക്കുന്നതും നല്ലൊരു വിശുദ്ധീകരണം നടക്കുന്നതും ദൈവത്തെ ഒന്ന് വിളിക്കുന്ന എപ്പോഴാ? നല്ല സഹനം ഉണ്ടാകുമ്പോഴാണ്. ശരിക്കും സഹനം കൂടുമ്പോൾ എല്ലാ കരങ്ങളും വിട്ടുപോയി, ആരും സഹായിക്കാനില്ല, ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ പല വ്യക്തികളും ദൈവമേ എന്നൊന്ന് വിളിക്കുന്നത്. ശരിക്കും ദൈവത്തെ വിളിക്കാൻ വേണ്ടി, ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവം ഒരുക്കി തരുന്ന സമയമാണ് ഓരോ സഹനവും. വീണ്ടും പറയാം, എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും, അപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വന്നിട്ട് നിന്റെ വേദനകളും ദുഃഖങ്ങളും നീ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ദൈവം ഇടപെടും, ഈശോ ഇടപെടും. ഈശോ ഇടപെട്ടിട്ട് നിന്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റും, നിന്നെ കൃപ കൊണ്ട് നിറയ്ക്കും, അഭിഷേകം കൊണ്ട് നിറയ്ക്കും, നിന്നെ വിശുദ്ധീകരിക്കും. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയ ദൈവമായ കർത്താവ് നമുക്ക് സഹനം തരുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടു പോയ ജീവിത വിശുദ്ധി, വിശ്വാസം, സമ്പത്ത്, കഴിവ്, ഇതെല്ലാം തിരിച്ച ദൈവമാണ്, നീയല്ല. പല ആളും സ്വയം നേടിയെടുക്കാൻ വേണ്ടി ഓടാറുണ്ട്, സ്വയം നേടിയെടുക്കാൻ വേണ്ടി ഓടുന്നു. ചിലത് നേടിയെടുക്കുന്ന കാണാം, പക്ഷെ നേടിയെടുക്കുമ്പോഴത്തേക്കും ചുറ്റും മുഴുവൻ തീർന്നു. ചിലപ്പോൾ കുടുംബം തീർന്നു, മക്കൾ പെരുവഴിയിലായി, ഓരോന്നോരോന്ന് തകർന്നു, എല്ലാം നേടി, പേരും എല്ലാം സ്വയം. അതാണ് മനുഷ്യൻ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം നേട്ടം കൊണ്ട് പലതും നേടിയെടുക്കാൻ നോക്കുമ്പോൾ അവസാനം അവനൊന്നും നേടിയെടുക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ എത്തുന്നത് കാണാൻ പറ്റും. വലിയ തകർച്ചയിലേക്ക്, വലിയ ബന്ധനത്തിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്ക് അവൻ ചെന്നെത്തുന്നത് കാണാൻ പറ്റും. അതേ മക്കളെ, ദൈവത്തിന് പൂർണ്ണമായിട്ടും ജീവിതം വിട്ടുകൊടുക്കുക, സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ തയ്യാറാകുക. എങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. വേറൊരു വഴിയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുക,
അപ്പോൾ ദൈവം നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരും. തിരിച്ചു വരാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങൾ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും മാനസാന്തരപ്പെട്ടു. ഈശോയ്ക്ക് തങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തു, ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുത്തു, കർത്താവിൽ ആശ്രയിച്ചു. അതിൻ്റെ ഫലം എന്താ? അവരുടെ ജീവിതം മുഴുവനും പുനഃസ്ഥാപിച്ചു. ദൈവം തിരിച്ചു കൊടുക്കുന്നു കാണാൻ പറ്റും. കഴിഞ്ഞ ആളുകളുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു കുടുംബം 5 വർഷമായിട്ട് അവർ വേർതിരിഞ്ഞ് കഴിയുകയായിരുന്നു. ഒരിക്കലും ചേരുകയില്ല. മറ്റുള്ളവർ നിർബന്ധപ്രകാരം ധ്യാനിക്കാൻ വന്നതാണ്. ഒരു താല്പര്യമില്ല. രണ്ടുപേരും 2 വീട്ടിലാണ്. വിവാഹ മോചനം നടത്തിയിട്ടില്ലെന്ന് മാത്രം. വലിയ പ്രതിസന്ധി കഴിഞ്ഞു പോകുന്നു. മക്കളെല്ലാം വലിയ വിഷമത്തിൽ. പക്ഷെ 2 പേരും വാശിയും വൈരാഗ്യമായിട്ട് നീങ്ങുന്നു. കോടതി കേസ് കൊടുത്തിരിക്കുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആരുടെ നിർബന്ധപ്രകാരം, ആ സ്ഥലത്തെ വികാരിച്ചിൻ്റെ ഒക്കെ നിർബന്ധപ്രകാരം അവർ ധ്യാനിക്കാൻ വരികയാണ്. ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിൽ 2 പേരും കൂടെ അടുത്ത് വന്നു. പ്രാർത്ഥിക്കണം, ഈശോ വെളിപ്പെടുത്തുന്നു ഒരു പൈശാചിക ബന്ധനമാണ്, ഇവർ തലയിലിരിക്കുന്നു, തിന്മയുടെ ശക്തിയാണ്. ബന്ധിച്ചിട്ട് പ്രാർത്ഥന നടത്തി. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവരെ കൈകൾ കോർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കത് പ്രാർത്ഥിക്കാം, ആശ്രദിക്കാം, നിങ്ങൾ ഇന്നുപോലെ ഒരുമിച്ച് പോകണം, കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ദൈവം ഇടപെട്ടു. കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. അവർ ഒരുമിച്ച് കൂടി അവർ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകുന്നു. ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഭാര്യ പോകുന്നു. ഇന്ന് സമാധാനത്തോടെ കഴിയുന്നു. ദൈവത്തിൽ അതാണ് കാരണം. എന്താ? അവർ 2 പേരും ധ്യാനം കൂടുന്നു. അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടുന്നു. അവർ പൂർണ്ണ ഹൃദയത്തോടെ നല്ല മനസ്താപം നടത്തുന്നു. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പാപബലഹീനതകൾ, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. അവളാണെങ്കിൽ അവളെ എളിമപ്പെടാൻ തയ്യാറാകുന്നു, കാല് പിടിക്കാൻ തയ്യാറാകുന്നു, ഭർത്താവിനോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു, പരസ്പരം ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു. അപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം, സമാധാനമുള്ള കുടുംബജീവിതം ദൈവം തിരിച്ചു കൊടുക്കുന്നു. അതേ മക്കളെ, ദൈവത്തിലേക്ക് തിരിയുക, അത് മാത്രമാണ് പ്രതിവിധി. ദൈവത്തിലേക്ക് തിരിയുന്നവന് അഭിഷേകം ഉറപ്പായിട്ട് കിട്ടും. കൃപയ്ക്ക് മേൽ കൃപ കിട്ടും, വിടുതൽ കിട്ടും, ബന്ധനം കഴിഞ്ഞു പോകും, സാത്താന്റെ ശക്തികൾ വിട്ടുപോകും. പക്ഷേ ദൈവത്തിലോട്ടൊന്ന് തിരിയാതെ, മാനസാന്തരപ്പെടാതെ നീ പിടിവാശിയോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ അടിക്കടി നീ അതപ്പതിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇന്നുള്ള നിൻ്റെ സമ്പത്ത് നാളെ വരുമ്പോൾ വീണ്ടും കുറയുന്നത് കാണാൻ പറ്റും. താഴോട്ട് പോകുന്നു. നിൻ്റെ മക്കളുടെ സ്വഭാവം വീണ്ടും വേഴ്സാകുന്നു, മോശമാകുന്നത് കാണാൻ പറ്റും. ഓരോ നാൾ കഴിയുമ്പോഴേക്കും തീർത്തും മോശമായി പോകുന്നത് കാണാൻ പറ്റും. ഓരോ വകർച്ചാൽ ദൈവത്തിൻ്റെ അതാണ്. ഈ തലമുറയ്ക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ തലമുറയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് അകലുന്നു. അതുകൊണ്ട് ഈ തലമുറ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും, ഒരുപാട് ദുരന്തം അനുഭവിക്കേണ്ടി വരും, ഒരുപാട് തിന്മകൾ വിളിച്ചു വരുത്തേണ്ടി വരും, ഒരുപാട് രോഗങ്ങൾ വിളിച്ചു വരുത്തേണ്ടി വരും, ഒരുപാട് പൈശാചിക ബന്ധനങ്ങൾ കുടുംബത്തിലേക്ക് വരും. അതാണ് ഈ തലമുറയുടെ പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവത്തിലേക്ക് വരാം, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടാം. അനുദിന ബലിയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ, കൂടെ കുമ്പസാരിക്കാനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ, സന്ധ്യാപ്രാർത്ഥന നടത്താനുള്ള അഭിഷേകം ഉണ്ടാകട്ടെ, നല്ലൊരു ധ്യാനം കൂടിക്കൊണ്ട് മാനസാന്തരത്തേക്ക് വരട്ടെ. അപ്പോൾ നീ രക്ഷപ്പെടും. നിന്റെ മാനസാന്തരത്തിലൂടെ നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ മക്കൾ രക്ഷപ്പെടും. എല്ലാ മേഖലയിലും വിടുതലും അനുഗ്രഹം ഉണ്ടാകും. ദൈവം നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു തരും. വീണ്ടും പറയാണ്, നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചുവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18, 19, 20 വചനത്തിൽ വ്യക്തതയോടെ പറയുന്നുണ്ട്. അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും, അനുസരിക്കുന്നില്ലെങ്കിൽ നീ വാളിനിരയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കനുസരിക്കാം, കർത്താവിലേക്ക് തിരിച്ചു വരാം. കർത്താവിന് നിന്നെക്കുറിച്ചുള്ള സ്വപ്നം അങ്ങനെ സംഭവിക്കട്ടെ. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കട്ടെ. ആമേൻ. വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ. വിടുതലും സൗഖ്യവും അഭിഷേകം നിറയട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇവിടെ ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതികളെ ഓർത്ത് നന്ദി പറയുക. ശുഭമായ ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഈ സമയത്ത് അങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടി ഈ മക്കൾ ഓരോരുത്തരും സ്പർശിക്കണം കർത്താവേ. പാപത്തിൻ്റെ കെട്ടഴിച്ചു വിടണമേ. പൈശാചിക ബന്ധനം അഴിക്കണേ കർത്താവേ. വിടുതൽ നൽകണേ കർത്താവേ. ഓരോ കുടുംബങ്ങൾക്കും വിടുതൽ നൽകണമേ. ഓരോ മക്കൾക്കും വിടുതൽ നൽകണേ കർത്താവേ. അങ്ങയുടെ കരം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. തകർന്നിരിക്കുന്ന മക്കൾ, കണ്ണുനീരൊടുക്കുന്ന മക്കൾ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, മനസ്സൊരുക്കി അങ്ങയെ വിളിക്കുന്ന മക്കൾ, അവരിലേക്കെല്ലാം അങ്ങയുടെ കരുണ കൊടുക്കണമേ കർത്താവേ. അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം. പാപബന്ധനം അഴിച്ചു വിടണമേ.
കെട്ടഴിച്ചു വേണം കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ ഇരിക്കുന്ന ഈശോയെ, അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മാനസാന്തരപ്പെടാനുള്ള കൃപ തരണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ തേടാനുള്ള കൃപ തരണമേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോ. നിൻ കൈകൾ ദൈവമേ ഈശോ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ വിശ്വസിക്കുന്നു, കൈകൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ നന്ദി. ഈശോയെ നൽകണമേ. ഈശോയെ വണങ്ങുന്നു ഞാൻ പ്രിയനേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇപ്പോൾ സംഭവിക്കണം കർത്താവേ. അങ്ങേ തേടുന്ന മക്കളെ പ്രത്യേകം പരിഗണിക്കണമേ. ഈശോയെ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ. കുടുംബങ്ങളെ തരുന്ന കർത്താവേ. ഞങ്ങളുടെ എല്ലാ മേഖലകളും അങ്ങേക്ക് തരുന്ന കർത്താവേ. അങ്ങയുടെ കരുണയുടെ കര നീട്ടണമേ, കരുണയുടെ കര നീട്ടണമേ. ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെയും മകളെ തൊട്ടനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും ആരാധനയും അർപ്പിക്കുന്ന കർത്താവ്. എല്ലാ മക്കളേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. എല്ലാ മക്കളും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവ്. അങ്ങയുടെ കൃപ വർഷിക്കണം കർത്താവ്. പരിശുദ്ധാത്മാവിനെ വർഷിക്കണം കർത്താവ്. സാത്താന്റെ ആധിപത്യത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വിടുതൽ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ.